മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓ മൈ ഗോഡ്, ഇതെന്താ സംഭവം? ചിലക്കാർക്ക് അറിയലുണ്ടാവും, ചിലക്കാർക്ക് അറിയലുണ്ടാവില്ല. നോ പ്രോബ്ലം. നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ എക്സാം വളരെ ഈസി ആയിരുന്നു. ക്ലാസ് 8ന്റെ സ്റ്റേറ്റ് എക്സാം, നമ്മൾ നോർമൽ പരീക്ഷകളൊക്കെ, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഇതൊക്കെ ഏറെക്കുറെ ഈസി ആയിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അവസ്ഥ. ഇത്തവണ നിങ്ങൾക്ക് കേരള സർക്കാർ ഒരു മോഡൽ ഓണം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കി. അതിലുള്ള ചോദ്യങ്ങൾ പല ടൈപ്പ് സാധനങ്ങളാണ്. അതിലൊന്നാണ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ചിലപ്പം ഒരു ചോദ്യം ശരിയായിരിക്കും, ഒരു ഓപ്ഷൻ ശരിയാവും, ചിലപ്പോൾ 2 ഓപ്ഷൻ ശരിയാവും, ചിലപ്പം ഒന്നിലധികം ഓപ്ഷൻസ് ഒക്കെ ശരിയാവും. എൻ്റെ പൊന്നു മക്കളെ, മറ്റൊരു ടൈപ്പ് ചോദ്യങ്ങളാണ് അസേർഷൻ ആൻഡ് റീസണിങ്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ആദ്യം ഒരു ഡയലോഗ് തരും, എന്നിട്ട് രണ്ടാമത് വേറെ ഡയലോഗ് തരും, എന്നിട്ട് ഒരു പറയും ഓപ്ഷൻ എ ഡയലോഗ് മാത്രം ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തരും, ഒന്നാമത്തെയും രണ്ടാമത്തെ ഡയലോഗ് ശരിയാണ്. എന്നിട്ട് മൂന്നാമത്തെ പറയും രണ്ടാമത്തെ ഡയലോഗ് ഒന്നാമത്തതിൻ്റെ കാരണമാണ്. അയ്യോ അമ്മേ അച്ഛ, ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന്. എൻ്റെ മക്കൾ പേടിക്കുകയേ വേണ്ട. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ നോക്കട്ടെ, കുറേ ഡയലോഗ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ശരിയായത് ഏതാണെന്നാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ നോക്കട്ടെ, മറ്റൊന്ന് 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ. 1ഉം 2ഉം ശരിയാണ്, 2 1ൻ്റെ കാരണമാണ്. എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കുറച്ചും കൂടി ലെവലുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മക്കളൊന്ന് പരിചയപ്പെടണം. കുറച്ചും കൂടി ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയും അതിന് എവിടുന്നാ മാഷായി കാണുക? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെയുള്ള വെറൈറ്റി ചോദ്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എജുപോർട്ട് ഒരു അവസരം ഒരുക്കുകയാണ്. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി. അതിലേക്ക് അയച്ചെന്ന കുറേ കുട്ടികളാണ്. അതോ ഫോർ എക്സാമ്പിൾ നോക്കടാ, ദേവപ്രിയ സുരേഷ്, തൃശ്ശൂരുള്ളൊരു ദേവപ്രിയ സുരേഷ്, അവളുടെ സ്കൂളിൽ നടത്തിയ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അയച്ചെന്ന്. അത് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ അയച്ചെന്ന്. അതേമാതിരി നോക്കടാ, മറ്റു കുട്ടി ഹന്ന ഫാത്തിമ, മാർ ഏലിയാസ് HSS കോട്ടപ്പടി, അവിടുത്തെ ഒരു കുട്ടി നമുക്ക് അയച്ചെന്ന്. ഇതേപോലെ ഒരുപാട് കുട്ടികൾ അയച്ചിരുന്ന റിസോഴ്സുകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. അതിന് പുറമെ നേരത്തെ അയച്ചെന്ന ചോദ്യ പേപ്പറും ഞങ്ങൾ തരാം. നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താടാ, നമ്മൾ എജുപോർട്ടിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് മാത്രം അറിയിപ്പുകളും നോട്ടുകളും ഒക്കെ തരുന്ന ഒരു കിഡിലൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീ ആണ്. നമ്മൾ ഇന്ന് മുതലല്ല, നാളെ രാവിലെ മുതൽ ആരംഭിക്കും. വേണ്ട, ഇന്ന് മുതൽ തുടങ്ങാം അല്ലേ, എന്ന് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടെന്നാ പറയാം. സോ പെട്ടെന്ന് തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പോവുക. ആ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നേരെ നമ്മൾ എജുപോർട്ടിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സെറ്റ് അല്ലേ? നമ്മൾ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും വരും. അതിൽ ഞാൻ അയക്കുന്ന ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങളൊന്ന് കാണുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് മനസ്സിലാക്കുക. എടാ, എന്തായാലും നമ്മൾ NMMS പോലെയുള്ള മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. സോ എല്ലാ ലെവലിലെ ചോദ്യങ്ങളും നമ്മളൊന്ന് പരിചയപ്പെടണം. സോ ഇനിയും മടിച്ചു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യുക. ബൈ, സീ യു ദെയർ.